അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ഇന്നത്തെ രാത്രി ഇരട്ടി മധുരം ഒരുമിച്ചുകൂടിയ രാത്രിയാണ്. ശഅബാന്റെ ആദ്യ രാത്രിയും അതോടൊപ്പം വെള്ളിയാഴ്ചയുടെയും രാത്രിയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ രാത്രി അത്ഭുതകരമായ ഒരു ദിക്റിനെ കുറിച്ചാണ് നാം ഇന്ന് പരിചയപ്പെടുന്നത്. ഒരു തവണ പറയാൻ വളരെ എളുപ്പമുള്ള ദിക്റാണ്. നഷ്ടപ്പെടുത്തല്ലേ, ഇന്നിത് പറഞ്ഞാൽ അത്ഭുതമാണ്. ഉറങ്ങുന്നതിന്റെ മുമ്പ് ഒരു തവണ പറയാൻ സെക്കൻഡുകൾ മതി. എന്റെ കൂടെ നിങ്ങൾക്ക് പറയാം. കാണാതെ പിടിക്കാനും പറയാനും വളരെ എളുപ്പമുള്ളതാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇന്നത്തെ മാസപ്പിറവി ഇൻഷാ അല്ലാഹ് ശഅബാന്റേത് കാണാൻ പോവുകയാണ്. തീർച്ചയായും ഇന്ന് മാസപ്പിറവി കണ്ടാൽ നാം ആദ്യം പറയേണ്ടത് അല്ലാഹു അക്ബർ, അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാൻ വസ്സലാമത്തി വൽ ഇസ്ലാം റബ്ബി വറബ്ബുക്കല്ലാഹ് ഹിലാൽ റുഷ്ദിൻ വഖൈർ. അത് പറയാ. അത് കഴിഞ്ഞ ഉടനെ എന്റെ പ്രിയപ്പെട്ടവരെ, ആമന്തു ബില്ലാഹില്ലദീ ഖലഖക. അത് കഴിഞ്ഞ ഉടനെ അൽഹംദുലില്ലാഹില്ലദീ ذهب بشهر رجب وجاء بشهر ഷഅബാൻ എന്ന് എന്റെ പ്രിയപ്പെട്ടവരെ പറയാ. അടുത്തത് നാലാമതായി നാം പറയേണ്ടത് സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുക. 30 ആയത്തുള്ള സൂറത്തുൽ മുൽക്ക് എല്ലാ ദിവസവും നാം അത് പാരായണം ചെയ്യുന്നവരാണെങ്കിൽ ഇന്നും ഒന്നും കൂടി പാരായണം ചെയ്യുക. കാരണം ഓരോ ആയത്ത് ഓരോ ദിവസത്തിന് കാവലാണ്. നമുക്ക് വരുന്ന പ്രയാസങ്ങൾ, പ്രതിസന്ധി, രോഗം, വിഷമം, ദുഃഖം എല്ലാത്തിനും ഈ സൂറത്തുൽ മുൽക്ക് പരിഹാരമാണ്. രണ്ടാമത് സൂറത്തു ദുഹാൻ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് അതിന്റെ 8 ആയത്ത് 15 പ്രാവശ്യം ആവർത്തിച്ച് ഓതുക. 15 പ്രാവശ്യം. അത് കഴിഞ്ഞതിന് ശേഷം അള്ളാഹുവിനെ സ്തുതിക്കുക, അൽഹംദുലില്ലാ. എന്നിട്ട് ധാരാളം സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് ഇരു കരങ്ങൾ അള്ളാഹുവിനോട് ഉയർത്തി ഇന്ന് നാം അള്ളാഹുവിനോട് ഒരു കാര്യം പറഞ്ഞാൽ വീണ്ടും പിന്നെ ആവർത്തിച്ച് പറയേണ്ട ഒരു അവസ്ഥ ഉണ്ടാവുകയില്ല. അള്ളാഹു അത് നമുക്ക് നടത്തി തരും. അള്ളാഹു അത് പ്രത്യേകമാണ്, ശ്രദ്ധിക്കണം. എന്റെ പ്രിയപ്പെട്ടവരെ, ഇത്ര കാര്യങ്ങൾ ഇന്ന് ശ്രദ്ധിക്കണം. അതോടൊപ്പം സ്വലാത്ത് ചൊല്ലണം എന്ന് ആയത്തിറങ്ങിയ മാസം കൂടിയാണ്. ഇന്നല്ലാഹ വ മലായികത്തുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. ശഅബാനു ഷഹ്രി എന്നാണ്. റജബുൻ ഷഹ്റുല്ലാ, ശഅബാനു ഷഹ്രി. ശഅബാൻ എന്റെ മാസമാണ്. കാരണം അള്ളാഹുവിന്റെ റസൂലിന്റെ തൃപ്തി അടഞ്ഞ മാസമാണ്. കിബ്ല തിരിഞ്ഞു കിട്ടണമെന്ന് ആഗ്രഹിച്ചപ്പോൾ റസൂലിന്റെ തൃപ്തി പോലെ കിബ്ല പരിശുദ്ധമായ ഹറം ഷെയ്ഫ് മസ്ജിദുൽ അഖ്സയിൽ നിന്ന് നേരെ മസ്ജിദുൽ ഹറാമിലേക്ക് അള്ളാഹു സുബ്ഹാനഹു തആല മാറ്റിയ ദിവസം. അതുപോലെ അള്ളാഹുവിന്റെ മലക്കും നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. നിങ്ങളും സ്വലാത്ത് ചൊല്ലണമെന്ന് കൽപ്പനവുമായി പറഞ്ഞ ഒരു ആയത്തിറങ്ങിയ ഒരു മാസം കൂടിയാണ് ഈ ശഅബാൻ എന്നുള്ളത്. അതുകൊണ്ട് ധാരാളം സ്വലാത്ത് ചൊല്ലുക. അതുപോലെ നോമ്പിന്റെ കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഒരു 3 നോമ്പ് നോക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകിയാൽ അള്ളാഹുവിനെ നേരിട്ട് കാണാനുള്ള തൗഫീഖ് അള്ളാഹു നൽകുമെന്നുള്ളതാണ്. എന്റെ പ്രിയപ്പെട്ടവർ, നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം ഇന്നത്തെ ദിക്റാണ്. ചെറിയ ദിക്റാണ്. ഈ ദിക്ർ നമുക്ക് ചൊല്ലിയാൽ കിട്ടാൻ പോകുന്ന പ്രതിഫലം അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല 1000 വർഷം ഇബാദത്ത് ചെയ്ത പ്രതിഫലം നൽകുന്നു. മാത്രമല്ല 1000 വർഷത്തെ പാപങ്ങൾ അല്ലാഹു മായ്ച്ചു കളയുന്നു. മാത്രമല്ല അതോടൊപ്പം ചന്ദ്രനേക്കാൾ പ്രകാശിക്കുന്ന മുഖവുമായി നാളെ സിദ്ദീഖുകളെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ സാധിക്കും. നാളെ ഖബറിൽ നിന്ന് ഓരോ എഴുന്നേറ്റ് പോകുമ്പോൾ ചില ആളുകൾ പ്രകാശപൂരിതമായി ഇങ്ങനെ മുഖത്തോടു കൂടി വരുമ്പോൾ ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. നമ്മുടെ കൂടെ ഉണ്ടായ ആളല്ലേ അയാള്, നമ്മുടെ മുഹമ്മദ് ഖാല്ലേ അയാള്, നമ്മുടെ നാസിർ ഖാല്ലേ അയാള്, അയാളുടെ മുഖം എന്തോ ഒരു ഭംഗിയാണ്. അവരെ ദിക്ർ ചൊല്ലിയവരായിരിക്കാം. ആ സമയത്ത് നാം അവരെ മുഖം നോക്കി അന്താളിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ മുഖം പ്രകാശിക്കണ്ടേ? എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ചെറിയ ഒരു ദിക്ർ എൻ്റെ പ്രിയപ്പെട്ടവർ നാം ഇന്നത്തെ രാത്രി ചൊല്ലണം. ചെറിയ ദിക്റാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. 1. ലാ നഅ്ബുദു ഇല്ലാ ഇയ്യാഹു. 2. ലഹു മുഖ്ലിസീന ലഹുദ്ദീൻ. അത്രയേ ഉള്ളൂ. ചെറിയ വലൗ കരിഹൽ കാഫിറൂൻ. എത്ര എളുപ്പമാണ് ചൊല്ലാൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ് 1, വലാ നഅ്ബുദു ഇല്ലാ ഇയ്യാഹു മുഖ്ലിസീന ലഹുദ്ദീൻ വലൗ കരിഹൽ കാഫിറൂൻ. പറയാൻ വളരെ എളുപ്പമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് വലാ നഅ്ബുദു ഇല്ലാ ഇയ്യാഹു മുഖ്ലിസീന ലഹുദ്ദീൻ വലൗ കരിഹൽ കാഫിറൂൻ. ഇത് നാം ഇന്ന് ചൊല്ലിയാൽ മാഷാ അല്ലാഹ് അത്ഭുതകരമായ പ്രതിഫലം. 1000 വർഷത്തെ ഇബാദത്തിന്റെ കൂലി. നാം ജീവിച്ചാൽ എത്രയാ? 60-70 മാത്രമേ ജീവിക്കുള്ളൂ. എന്നാൽ കൂലിയോ? ജീവിക്കാത്തതിന്റെ കൂലി കിട്ടുന്നു. നാം ജീവിച്ചാൽ 60-70 മാത്രമല്ലേ? ജീവിക്കാത്തതിന് എത്ര പാവങ്ങൾ അല്ലാഹു പൊരുത്തപ്പെട്ട് തരുകയാണ്. മുഖം പ്രകാശിക്കുന്നവരായി നാളെ പരലോകത്തിലേക്കുള്ള യാത്ര.
അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് നാം ചൊല്ലുക. അതേപോലെ ഇന്ന് നോമ്പ് നോക്കിയാൽ, ഒരു നോമ്പ് നോക്കിയാൽ തന്നെ ഹറമല്ലാഹു ജസദഹു അലന്നാർ, നരകം അവനിക്ക് അള്ളാഹു ഹറാമാക്കും. മാത്രമല്ല ഹവ്വനല്ലാഹു അലൈഹി സഖറാത്തുൽ മൗത്ത്, സഖറാത്തിന്റെ വേദന അള്ളാഹു ഇല്ലാതെയാക്കും. ദഫ അൻഹു ദുൽമത്തുൽ ഖബർ, ഖബറിന്റെ ഇരുള്, അതുപോലെ മുൻകർ നക്കീറുടെ ചോദ്യങ്ങളും ഇതെല്ലാം അള്ളാഹു നമുക്ക് ഇല്ലാതെയാക്കും. സതറല്ലാഹു ഔറതു യൗമൽ ഖിയാമ, ഖിയാമത്ത് ദിവസം അവന്റെ പാവങ്ങളെല്ലാം, അവന്റെ ഔറത്തുകളെല്ലാം അള്ളാഹു മറക്കും, അവന്റെ തെറ്റുകളെല്ലാം അള്ളാഹു പരസ്യപ്പെടുത്താതിരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇൻഷാ അള്ളാഹ് ഇന്നത്തെ ദിവസം നമുക്ക് ഉപയോഗപ്പെടുത്തണം. അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, നഖു അബ്ദാനക്കും, നിങ്ങൾക്കുള്ള ശരീരമുണ്ടല്ലോ, നിങ്ങൾ ശുദ്ധീകരിക്കണം. ബിസൂമി ശഅബാൻ, ശഅബാന്റെ നോമ്പ് കൊണ്ട്, ബിസിയാമി റമളാൻ, റമളാന്റെ നോമ്പിന് വേണ്ടി എന്ന് പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇൻഷാ അല്ലാഹ് നമുക്കിതൊക്കെ ഇൻഷാ അല്ലാഹ് പ്രത്യേകിച്ച് ഇന്നത്തെ രാത്രി നമുക്ക് അള്ളാഹുവിനോട് പ്രത്യേകിച്ച് ദുആ ചെയ്യണം. അതുകൊണ്ട് ഈ ദിക്റും ചൊല്ലണം. അതുപോലെ സൂറത്ത് ദുഖാനിന്റെ ആയത്ത് നമുക്കിന്ന് കൊണ്ടുവരണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് ഇന്നത്തെ നമുക്ക് വലിയ സന്തോഷകരമായ വിഷയം എന്ന് പറയുന്നത് ശഅബാനും അതുപോലെ തിങ്കളാഴ്ചയുടെ രാത്രിയും, റസൂലിന്റെ ജന്മം കൊണ്ട് പുളകിതമായ തിങ്കളാഴ്ചയുടെ രാത്രിയും, ഇത് രണ്ടും ഒരുമിച്ച് വന്നു എന്നുള്ളത് വലിയ സന്തോഷമാണ്. ഇങ്ങനെയുള്ള അപൂർവമായ ചില നിമിഷങ്ങൾ മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. നാളെ തിങ്കളാഴ്ചയാണ്, നോമ്പ് നോക്കുകയാണെങ്കിൽ അൽഹംദുലില്ലാഹ് അതും നല്ല വിഷയമാണ്. കാരണം നോമ്പ് നോക്കുകയാണെങ്കിൽ തിങ്കളാഴ്ചയുടെയും പ്രതിഫലം നോമ്പിന്റെ കൂലി നമുക്ക് കിട്ടും. അതോടൊപ്പം ശഅബാൻ ആദ്യത്തെ നോമ്പ് നോക്കിയ കൂലി കിട്ടും. അതോടൊപ്പം നമ്മുടെ ഉമ്മമാർ, സഹോദരിമാരൊക്കെ റമളാന്റെ ഖളായിട്ടുണ്ട നോമ്പുണ്ടെങ്കിൽ അതും നമുക്ക് നോക്കാവുന്നതാണ്. സഹോദരിമാർ ശ്രദ്ധിക്കണം, ഇനി വരാൻ പോകുന്നത് പരിശുദ്ധമായ റമളാനാണ്. റമളാനിൽ നിങ്ങൾക്ക് ഖളായ നോമ്പ് ഈ റമളാൻ ആകുന്നതിന് മുമ്പ് അത് ഖളാ വീട്ടിരിക്കണം. ഒരു വർഷമാണ് അള്ളാഹു സമയം നൽകിയിട്ടുള്ളത്. അപ്പോൾ ആർക്കെങ്കിലും നോമ്പ് ബാക്കിയുണ്ടെങ്കിൽ അത് ഖളാ വീട്ടിയിരിക്കണം. ഖളാ വീട്ടിയില്ലെങ്കിൽ പിന്നെ വലിയ പ്രശ്നമാണ്. കാരണം അടുത്ത റമളാൻ വരെ നിങ്ങൾ ഖളാ വീട്ടിയില്ല എങ്കിൽ ഓരോ റമളാനിൻ ഓരോ മുദ്ദ കൊടുക്കണം. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളാണ് പിന്നെ അതിന്റെ പിന്നിൽ അനുഭവിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് ഈ റമളാനാകാൻ ഇനി ഒരു മാസം മാത്രമേ ഉള്ളൂ. ഈ ഒരു മാസത്തിന്റെ ഉള്ളിലായി തീർച്ചയായും നമ്മുടെ ഖളായ നോമ്പുകൾ പരിപൂർണമായി നാം അത് നോറ്റ് പൂർത്തീകരിച്ചിരിക്കണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല തൗഫീഖ് നൽകട്ടെ. നഷ്ടപ്പെടുത്തിയാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ പിന്നെ കഫാറത്തും പലതുമായി നമുക്കതിന്റെ പിന്നാലെ പോകാൻ വലിയ സമയം വേണ്ടിവരും. അതുകൊണ്ട് നഷ്ടപ്പെടുത്താതെ നമുക്ക് തീർച്ചയായും ഇൻഷാ അല്ലാഹ് റമളാൻ പൂർത്തിയാകുന്നതിന് മുമ്പ് എല്ലാം ഖളാ വീട്ട. അതോടൊപ്പം ശഅബാന്റെ നോമ്പിന്റെ സുന്നത്ത് നമുക്ക് അതോടുകൂടി കരുതാം. അതോടൊപ്പം ഇത്തരത്തിലുള്ള തിങ്കളാഴ്ച, വെള്ളിയാഴ്ച, വ്യാഴാഴ്ചകൾ വരുമ്പോൾ അതിന്റെ നിയ്യത്ത് നമുക്ക് കരുതാവുന്നതാണ്. അങ്ങനെ എന്തുകൊണ്ടും നമുക്ക് ഈ പരിശുദ്ധമായ ശഅബാൻ മാസം ധന്യമാക്കാൻ സാധിക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.